Hello, good morning. Now we are discussing definition of poetry. Okay. The previous class we discussed poetic diction and language. I think you got something, and I will provide you the short note about these things. Okay. And now we are going through the definition. The definition, Wordsworth definition of poetry is very important, and I think you all have about the famous definition by Wordsworth about poetry. Poetry is a spontaneous overflow of powerful feelings and emotions, recollected in tranquility. That is the definition of poetry by Wordsworth. Okay, now we are going to describe this definition. And the definition എന്നാൽ define ചെയ്യുക, explain ചെയ്യുക what is poetry. Wordsworth defined good poetry as a spontaneous overflow of powerful feelings and further explained that it takes its origin from emotion recollected in tranquility. അദ്ദേഹം പറഞ്ഞത് പോയട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്പോണ്ടാനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് ആണ്. And when we are sitting in somewhere or in a garden or near river or anything else, and spontaneously or suddenly some emotions and feelings are coming to our mind, and now we are going to write the poem. That is the poetry according to Wordsworth. It is a spontaneous ഇൻസിഡൻറ്റ്. സ്പോണ്ടാനിയസ് മീൻസ് പെട്ടെന്നുള്ള, അതായത് സ്പോണ്ടാനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് ആണ്. ഓവർഫ്ലോ ആണ്, അതായത് ദ ഫീലിങ്സ് ആർ ഓവർഫ്ലോയിങ് ഇൻ യുവർ മൈൻഡ് സ്പോണ്ടേനിയസ്ലി. അതായത് ഓവർഫ്ലോ ചെയ്തുകൊണ്ട് പവർഫുൾ ആയിക്കൊണ്ട് ഫീലിങ്സ് നമ്മുടെ മനസ്സിനുള്ളിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു പ്രക്രിയയാണ് എന്ത് വിളിക്കുക, പോയട്രി എന്ന് വിളിക്കുക. അദ്ദേഹം പിന്നെ അതിൻ്റെ ഒപ്പം കൂട്ടിച്ചേർത്തു, it takes its origin from emotion recollected in tranquility. അദ്ദേഹം പറയാണ്, പക്ഷെ ആ സ്പോണ്ടേനിയറ്റ് ആയിട്ടുള്ള ഫീലിങ്സ് വരാനുള്ള ഒറിജിൻ എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? ഫ്രം ദ ഇമോഷൻ. ഏത് ഇമോഷനാണ്? ദറ്റ് റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി. ട്രാങ്ക്വിലിറ്റി എന്ന് പറഞ്ഞാൽ ശാന്തമായിരിക്കുന്ന സമയത്ത് we are recollecting our past memories, we are recollecting our past emotions, etc. നമ്മളിങ്ങനെ റീകളക്റ്റ് ചെയ്യാണ് ഇമോഷൻസ്, അല്ലേ? നമ്മുടെ ഇമോഷൻ ഇങ്ങനെ ഓർമ്മിക്കുമ്പോൾ, വെറുതെ ഇങ്ങനെ ഇരുന്ന് ശാന്തമായിരുന്ന് നമ്മളിങ്ങനെ ഓർമ്മിക്കുന്ന സമയത്ത് പെട്ടെന്നുണ്ടാകുന്ന ഫീലിങ്സ് ആണ് എന്ത്? പോയട്രി. മനസ്സിലായോ? അതായത് വെറുതെ ഇങ്ങനെ ട്രാങ്ക്വലായിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നുണ്ടാകുന്ന ഫീലിങ്സ്, ഇമോഷൻസിനെയാണ് എന്ത് വിളിക്കുക? പോയട്രി. അപ്പോൾ ഇവിടെ പറയുന്നത് പെട്ടെന്നുണ്ടാകുന്നുണ്ട്, പിന്നെ റീകളക്റ്റ് ചെയ്തുകൊണ്ടും. മനസ്സിലായല്ലോ? റീകളക്റ്റ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓർമ്മിച്ചെടുക്കുക. Though the spontaneous overflow of powerful feeling and emotion recollected in tranquility are very opposite of each other. നമുക്കറിയാം രണ്ടും ഡിഫറെൻ്റ് ആണ്. സ്പോണ്ടാനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഫീലിങ്സും, അടുത്തത് ഇമോഷൻ ഇങ്ങനെ ഓർമ്മിച്ചെടുക്കുക, ശാന്തമായി ഇരിക്കുന്ന സമയത്ത് ഓർമ്മിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. കാരണം എന്തുകൊണ്ടാണ്? വൺ കമ്മിങ് ഓൺ എ സഡൻ. സ്പോണ്ടാനിയസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സഡൻ ഇൻസിഡൻ്റ് ആണ്, പെട്ടെന്നുണ്ടാകുന്നതാണ് ഒന്നാമത്തെ ഇൻസിഡൻറ്റ്. ബട്ട് അത് ഡെലിബറേറ്റ്ലി റീകോൾഡ് ടു മെമ്മറി. പക്ഷെ രണ്ടാമത്തതോ വി ആർ റീകോളിങ് ദ മെമ്മറിയാണ്, ഓർമ്മിച്ചെടുക്കുക. ഓർമ്മിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റുമോ? ഇറ്റ്സ് ഇമ്പോസിബിൾ. ഇറ്റ് വിൽ ടേക്ക് ടൈം ആണ്. അതെന്ത് ചെയ്യും? സമയമെടുക്കും. അപ്പോൾ ഒന്നാമത്തത് സഡൻ ആണ്. സ്പോണ്ടാനിയസ് ഓവർഫ്ലോ ഫീലിംഗ് എന്ന് പറയുന്നത് സഡൻ ആണ്. ഇമോഷൻ റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ടേക്സ് ടൈം ആണ്. ഓക്കെ. വേർഡ്സ്വർത്ത് മേക്സ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പക്ഷേ രണ്ടിലൊന്നില്ല, ഡിഫറെൻ്റ് ഇല്ല എന്നാണ്. കാരണം എന്തുകൊണ്ടാണ്? ദേ ആർ റിലേറ്റഡ് ടു വൺ അനദർ ആണ്. ഒന്നുമായി എന്ത് ചെയ്തിട്ടുണ്ട്? റിലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. According to George Watson, for Wordsworth, poetry is the final product of unforced overflow of powerful feelings. അതായത് ജോർജ് വാട്സൺ എന്ന് പറയുന്ന ക്രിറ്റിക്സ് പറയുന്നത് വേർഡ്സ്വർത്തിൻ്റെ അഭിപ്രായത്തിൽ പോയട്രി എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൽ പ്രൊഡക്റ്റാണ്. ഇറ്റ് ഈസ് എൻ അൺഫോഴ്സ്ഡ് ഓവർഫ്ലോ ആണ്. അതായത് ആരും ഫോഴ്സ് ചെയ്യാതെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ മനസ്സിനുള്ളിലേക്ക് വരുന്ന ഫീലിങ്സിൻ്റെ ഓവർഫ്ലോയാണ്. അതായത് ആരും നമ്മുടെ ഉള്ളിലേക്ക് ഫീലിങ്സ് ഇട്ട് തരുന്നതല്ല, അൺഫോഴ്സ്ഡ് ആയിട്ട് വരുന്ന ഫീലിങ്സ് ആണ് എന്ത്? പോയിട്രി എന്ന് പറഞ്ഞാൽ. ശ്രദ്ധിക്കണേ, ഗേറ്റ് അടച്ചോ?
ഓക്കെ സോറി. മോസ്റ്റ് ഓഫ് ഹിസ് ഓൺ ഗ്രേറ്റ് പോംസ് വർ കമ്പോസ്ഡ് ഇൻ ദ സെയിം മാനർ. ഇത് തന്നെയാണ് വേർഡ്സ്വർത്തിൻ്റെ മിക്ക പോംസ് ഇങ്ങനെ തന്നെയാണ് കമ്പോസ് ചെയ്തത്. ഓക്കെ. എ മൂവിങ് സൈറ്റ്സ് എ സോളിറ്ററി റീപ്പർ. അതായത് അദ്ദേഹം എഴുതിയ സോളിറ്ററി റീപ്പർ എന്ന് പറയുന്ന പോം, അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്ത് ചെയ്യാണ്, ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, റീപ്പ് ചെയ്യുന്നത്, വയലിൽ നിന്ന് പാടത്ത് നിന്നിങ്ങനെ നിന്ന് റീപ്പ് ചെയ്യുന്ന കണ്ടപ്പോഴാണ് അദ്ദേഹം പോം എഴുതുന്നത് അല്ലേ. അത് പെട്ടെന്നുണ്ടായതാണ്. ആൻഡ് ഡാഫോഡിൽസ് അല്ലേ വാസ് സീൻ ഡ്യൂറിങ് എ വാക്കാണ്. ഡാഫോഡിൽസ് എന്ന് പറയുന്നത് അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ കണ്ടൊരു കാഴ്ചയെക്കുറിച്ചാണ് ഡാഫോഡിൽസ് എന്ന പോത്തിൽ പറയുന്നത് അല്ലേ. ആൻഡ് stored in a memory, recalled in a moment of calm contemplation to be bodied forth into poem. അദ്ദേഹം ഇതൊക്കെ ഇങ്ങനെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തു, അതെന്ന് വെച്ച് എന്ത് ചെയ്തു, പിന്നെ റീകോൾ ചെയ്തു, എന്നിട്ട് അതെന്ത് ചെയ്യാൻ പോത്തിലേക്ക് എഴുതാണ്. ബൈ സ്പോണ്ടാനിറ്റി ഇൻ പോയട്രി വേർഡ്സ്വർത്ത് ഡിഡ് നോട്ട് ഇംപ്ലൈ എ കംപ്ലീറ്റ് റിജക്ഷൻ ഓഫ് വർക്ക്മാൻഷിപ്പ്. നമുക്കറിയാം പെട്ടെന്ന് നമ്മൾ അദ്ദേഹം പറയുകയാണ് സ്പോണ്ടേനൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഇമോഷനും ഫീലിങ്സും ആണ് പോയട്രി എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും എന്നാൽ കവിതകൾക്കൊന്നും എന്തില്ല, കവിക്കൊന്നും എന്തില്ല, ഒരു പണിയും ഇല്ലല്ലോ, പെട്ടെന്ന് കിട്ടുന്നതല്ലേ, സ്പോണ്ടേനായിട്ട് സഡനായിട്ട് വരുന്ന കാര്യമല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ അതിൻ്റെ അർത്ഥം ഒരിക്കലും എന്തല്ല, റിജക്ഷൻ ഓഫ് വർക്ക്മാൻഷിപ്പ് എന്നാണ്. ഒരിക്കലും ഒരു കവിക്ക് ഒരു പണിയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അതായത് ആർട്ട്ലെസ്നെസ് എന്നല്ല അർത്ഥം. എന്ന് പറഞ്ഞാൽ അതിൽ അയാൾക്കൊരു വർക്കും ചെയ്യേണ്ട എന്നല്ല, കവിത പെട്ടെന്ന് വരും എന്നല്ല അർത്ഥം. ഹി ഓൾവേസ് കമ്പോസ്ഡ് ഹിസ് പോംസ് വിത്ത് ഗ്രേറ്റസ്റ്റ് കെയർ, നോട്ട് ട്രസ്റ്റിംഗ് ഹിസ് ഫസ്റ്റ് എക്സ്പ്രഷൻ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേർഡ്സ്വർത്തിനെ പോലും സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത്രയും ഗ്രേറ്റ് കെയർ ചെയ്തുകൊണ്ടാണ് കവിതകൾ എഴുതിയത്. പെട്ടെന്ന് വന്ന ഇമോഷൻ തന്നെയാണെങ്കിലും അദ്ദേഹം ഒരിക്കലും തൻ്റെ ഫസ്റ്റ് എക്സ്പ്രഷനൊന്നും എന്ത് ചെയ്യാറില്ല, ട്രസ്റ്റ് ചെയ്യാറില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആദ്യം തോന്നിയ എക്സ്പ്രഷനൊന്നും അതേപോലെ കവിതകളിൽ എഴുതാറില്ല. ഒരുപാട് മാച്ചു കുറ്റങ്ങൾ ചെയ്തുകൊണ്ടാണ് തൻ്റെ കവിതകളൊക്കെ അദ്ദേഹം ചെയ്തത്, പബ്ലിഷ് ചെയ്തത്. ഫോർ വേർഡ്സ്വർത്ത് പോയട്രി ഈസ് ഓൾസോ എ പെർസ്യൂട്ട് ഓഫ് ട്രൂത്ത്. പിന്നെ വേർഡ്സ്വർത്ത് പറയുന്നത്, ആദ്യം പറഞ്ഞു സ്പോണ്ടാനിറ്റി ആണെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു റീകളക്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു, ഇപ്പോൾ പറയുകയാണ് ഇറ്റ് ഈസ് എ പെർസ്യൂട്ട് ഓഫ് ട്രൂത്ത് ആണ്, ഓഫ് മാൻസ് നോളജ് ഓഫ് ഹിംസെൽഫ് ആൻഡ് ദ വേൾഡ് അറൗണ്ട് ഹിം. സത്യത്തിൽ സത്യത്തെ അന്വേഷിക്കുന്നതാണ്, സത്യത്തെ തേടിയുള്ള യാത്രയാണ് പോയട്രി എന്ന് പറഞ്ഞാൽ. അത് മനുഷ്യൻ്റെ നോളജിനെ കുറിച്ച് അവൻ സ്വന്തമായിട്ടുള്ള പെർസ്യൂട്ടാണ് അല്ലേ, അല്ലെങ്കിൽ എന്താണ്, ലോകത്തെക്കുറിച്ചുള്ള ട്രൂത്ത് അന്വേഷിച്ചുള്ള നടത്താണ്. സയൻസ് ഈസ് എൻഗേജ് ഇൻ ദ സെയിം പെർസ്യൂട്ട്. നമുക്കറിയാം സയൻസും ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നതാണ് ട്രൂത്തിനെ കുറിച്ച്. ഓരോ പുതിയ എന്തുണ്ടാകുന്നുണ്ട്, ഡിസ്കവറീസൊക്കെ സയൻസിൽ ഉണ്ടാവുകയാണ്. ബട്ട് ആ ട്രൂത്ത്, സയൻസിൽ ഉണ്ടാകുന്ന ട്രൂത്ത് എന്ന് പറയുന്നത് ഇറ്റ് ബെനിഫിറ്റ് അസ് ഓൺലി ഫോർ മെറ്റീരിയലി. നമുക്കറിയാം സയൻസ് കണ്ടെത്തുന്ന സത്യങ്ങളൊക്കെ എന്തിനു മാത്രമാണ്, നമ്മുടെ ഈ ലോകത്ത് മെറ്റീരിയൽ വേൾഡിൽ അല്ലേ, മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ലോകം അല്ലേ, ഈ ലോകത്ത് മാത്രമാണ് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. അതായത് സയൻസ് പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ, ട്രൂത്തുകളൊക്കെ നമ്മുടെ ഈ ലിവിങ് വേൾഡിൽ മാത്രമാണ് യൂസ്ഫുൾ അല്ലേ. ദ ട്രൂത്ത് ഓഫ് ദ പോയട്രി ക്ലീവ്സ് ടു അസ് ആസ് നെസസറി പാർട്ട് ഓഫ് അവർ എക്സിസ്റ്റൻസ് ആണ്. പക്ഷേ പോയട്രി ഉണ്ടാക്കുന്ന ട്രൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, പോയട്രിയിലൂടെ നമുക്കുണ്ടാകുന്ന സത്യം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വൈൽ ദ പെർസ്യൂട്ട് ഓഫ് സയൻസ് പ്ലീസസ് ദ സയൻറ്റിസ്റ്റ്. കാരണം സയൻസിലൂടെ കണ്ടെത്തുന്ന സത്യങ്ങൾ അത് സയൻറ്റിസ്റ്റിനെയാണ് എന്ത് ചെയ്യുക, സന്തോഷിപ്പിക്കുക. ദർ ഈസ് നത്തിങ് ഇൻ ഇറ്റ്സ് ട്രൂത്ത് ദാറ്റ് ക്യാൻ ഈക്വലി പ്ലീസ് ദ കോമൺ മാൻ. അത് ആരെ സന്തോഷിപ്പിക്കില്ല, കോമൺ മാനെ സന്തോഷിപ്പിക്കില്ല. അതായത് സയൻറ്റിസ്റ്റ് എന്തെങ്കിലും ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തിയാൽ അത് സയൻറ്റിസ്റ്റിനാണ് സന്തോഷം, അല്ലാണ്ട് കോമൺ മാൻ അല്ല. They must remain the pleasure of a few who know science. അത് ചിലപ്പോൾ എന്ത് ചെയ്യും, ചില ഫ്യൂ മെൻ അല്ലെ ഹു നോ ദ സയൻസ് ആണ്, സയൻസിനെ കുറിച്ച് അറിയുന്ന ചില ആൾക്കാർക്കും അത് സന്തോഷമുണ്ടായേക്കാം. ബട്ട് ദ ട്രൂത്ത് ഓഫ് ദ പോയട്രി ഈസ് ഫെൽറ്റ് ഇൻ ബ്ലഡ് ആൻഡ് ഫെൽറ്റ് അലോങ് ദ ഹാർട്ട്. നല്ലൊരു വേർഡാണ്. അതായത് പോയട്രിയിലൂടെ അവൻ കണ്ടെത്തിയ സത്യം, ഒരാൾ ഒരു കവിത വായിച്ചു കഴിഞ്ഞാൽ അതിലൂടെ അദ്ദേഹം കണ്ടെത്തിയ ട്രൂത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് ഫെൽറ്റ് ഇൻ ദ ബ്ലഡ് ആണ്. അത് നമ്മുടെ ബ്ലഡിലാണ് എന്ത് ചെയ്യുക, അത് നമുക്ക് ഫീൽ ചെയ്യുക. ആൻഡ് അലോങ് ദ ഹാർട്ടാണ്, നമ്മുടെ ഹൃദയത്തിലേക്കാണ് അത് എന്ത് ചെയ്യുക, ഫീൽ ചെയ്യുക. പോയട്രി ഈസ് ദ ബ്രെത്ത് ആൻഡ് ദ ഫൈനർ സ്പിരിറ്റ് ഓഫ് ഓൾ നോളജ്. വളരെ ഇമ്പോർട്ടൻ്റ് ലൈനാണ്. പോയട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസമാണ്, നമ്മുടെ ഫൈനർ സ്പിരിറ്റ് ഓഫ് ഓൾ നോളജാണ്. എല്ലാ നോളജിൻ്റെയും ഫൈനർ സ്പിരിറ്റ് എന്ന് പറയുന്നത് പോയട്രിയാണ്. ഇറ്റ് ഈസ് ദ ബ്രെത്ത് ആണ്, നമ്മുടെ ശ്വാസമാണ്. ഓരോ ശ്വാസത്തെയും നമ്മൾ എന്ത് വിളിക്കും, പോയട്രി. ഇറ്റ് ഈസ് ഇംപാഷൻഡ് എക്സ്പ്രഷൻ വിച്ച് ഈസ് ഇൻ ദ കൗണ്ട്നെസ് ഓഫ് ഓൾ സയൻസ് ആണ്. അത് നമ്മുടെ എക്സ്പ്രഷനാണ്, പല രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ
അത് മെയിൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അതിൽ നിങ്ങൾ ആകെ ഓർമ്മിക്കേണ്ടത് പോയട്രി. അങ്ങനെ ഓരോ ലൈനും വായിക്കുമ്പോൾ ബോറടിക്കുണ്ടാവും അല്ലേ. അതായത് പെർസ്യൂട്ട് ഓഫ് ട്രൂത്തിനെ അന്വേഷിക്കുന്നതാണ് പോയട്രി. അത് മനുഷ്യൻ്റെ നോളജിനെ കുറിച്ചും ലോകത്തെക്കുറിച്ചുമാണ്. പിന്നെ സയൻസിൻ്റെ ട്രൂത്തും പോയട്രിയുടെ ട്രൂത്തും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, സയൻസിൻ്റെ ട്രൂത്ത് എന്ത് ചെയ്യുന്നു, അത് മെറ്റീരിയൽ വേൾഡിൽ മാത്രമാണ് നമുക്ക് ഹെൽപ്ഫുൾ ആകുന്നത്. പക്ഷേ നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നതാണ് ആരുടെ, പോയട്രിയിലൂടെ ഉണ്ടാകുന്ന ട്രൂത്ത്. പിന്നെ സയൻസിലൂടെ നമുക്ക് കിട്ടുന്ന ട്രൂത്ത് എന്ന് പറയുന്നത് സയൻറ്റിസ്റ്റിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പ്ലീസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ നമ്മുടെ പോയട്രിയിലൂടെ കിട്ടുന്ന ട്രൂത്ത് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ കോമൺ മാനെയും എന്ത് ചെയ്യുന്നുണ്ട്, പ്ലീസ് ചെയ്യുന്നുണ്ട് അല്ലെ, സന്തോഷിപ്പിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് അടുത്തൊരു കൺക്ലൂഷൻ, എവറി ഗ്രേറ്റ് പോയറ്റ് ഈസ് എ ടീച്ചർ. എല്ലാ പോയറ്റുമാരാണ് ഒരു ടീച്ചറാണ്. ഐ വിഷ് ഐദർ ടു ബി കൺസിഡേർഡ് ആസ് എ ടീച്ചർ ഓർ ആസ് നത്തിങ്. അദ്ദേഹം പറയുന്നു, എനിക്ക് എന്നെ ഒരു ടീച്ചറായിട്ട് കാണുന്നതാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഒന്നുമല്ല. ബട്ട് ദ ലെസൺസ് ആർ ടു ബി ഇൻട്രൊഡ്യൂസ്ഡ് ത്രൂ ദ പെർഗേഷൻ ഓഫ് ഫീലിംഗ് റാദർ ദാൻ ത്രൂ എ മിയർ അപ്പീൽ ടു ദ ഇൻ്റലക്ട് ആൻഡ് എ ഗുഡ് സെൻസ്. അതായത് ഇവിടെ പറയുന്നത് ശരിക്ക് നമുക്ക് എന്താ പറയുക, നമ്മുടെ ഒരാൾക്കുണ്ടാകുന്ന പെർഗേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമുക്ക് എന്താ മലയാളം, പെർഗേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുണ്ടാകുക, നമ്മൾ പറയില്ലേ ഇപ്പോൾ ഒരു 1 സെക്കൻഡ്, ചില വേർഡ്സിൻ്റെ മലയാളം പെർഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താടോ, നമ്മൾ പെർഗേറ്റ് ചെയ്യുക, നമുക്കൊരു കാര്യം ചെയ്ത് കഴിഞ്ഞ് സംതൃപ്തി, അല്ലെങ്കിൽ എന്താ ഒരു എന്തേലും പറയാം, പെർഗേഷൻ എന്താ പറയുക, ഒരു ശുദ്ധീകരണം എന്നൊക്കെ പറയും അല്ലേ. പെർഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട്, പെർഗേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ ഒരു ശുദ്ധീകരണം ഉണ്ടാവും. അതായത് ഒരു പോയട്രി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാകും, നമ്മുടെ മനസ്സ്, നമ്മുടെ ഫീലിങ്സ് പെർഗേറ്റ് ചെയ്യും, ശുദ്ധീകരിക്കും എന്ന് പറയും. അതായത് പെർഗേഷൻ ഓഫ് ഫീലിംഗ് റാദർ ദാൻ ത്രൂ ദ മിയർ അപ്പീൽ ടു ദ ഇൻ്റലക്റ്റ് ആൻഡ് ഗുഡ് സെൻസ് ആണ്. അതായത് ഒരു കവിത വായിച്ചിട്ട് ജസ്റ്റ് നമുക്കിങ്ങനെ നമ്മുടെ ഇൻ്റലക്ച്വലിനും നമ്മുടെ സെൻസിനും ഒരു സന്തോഷം കിട്ടുക മാത്രമല്ല ചെയ്യുന്നത്. കവിത വായിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നമ്മുടെ ഫീലിങ്സൊക്കെ പെർഗേഷൻ നടത്തും, അതായത് ശുദ്ധീകരിക്കപ്പെടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ ഇതിനെക്കുറിച്ചുള്ള വേർഡ്സ്വർത്തിൻ്റെ ഡെഫിനിഷൻ ഓഫ് പോയട്രി എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു, ആദ്യം പറഞ്ഞു സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് ആണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഇറ്റ് ഈസ് റീകളക്റ്റഡ് ഇൻ ട്രാങ്കുലിറ്റി ആണെന്ന് പറഞ്ഞു അല്ലേ. ആ 2 കാര്യം ഓർമ്മിക്കുക. പിന്നെ അദ്ദേഹം പറയുന്ന പെർസ്യൂട്ട് ഓഫ് നോളജും കാര്യങ്ങളും. ഓക്കെ, താങ്ക് യു.